ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഇട്ടു. അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ആഴ്ച OTT വഴി റിലീസ് എത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി സിനിമകളെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സ് ഉൾക്കാട്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ ആഴ്ച OTT വഴി റിലീസ് എത്തിയിരിക്കുന്ന ആദ്യത്തെ ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ നിന്നുള്ള ചിത്രമാണ്. നമ്മുടെ സൈജു കുറുപ്പ് കേന്ദ്ര കഥാപാത്രത്തെ എത്തിയ ചിത്രമാണ് ഭരതനാട്യം എന്ന് പറയുന്ന സിനിമ. സൈജു കുറുപ്പിനൊപ്പം തന്നെ സായ്കുമാർ, കലാരഞ്ജിനി, മണികണ്ഠൻ പട്ടാമ്പി, അസുരാം രാധാകൃഷ്ണൻ, നന്ദു പുതുവർ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെ എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ എന്ന കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും തന്നെ സൃഷ്ടിച്ചിട്ടില്ലായിരുന്നു. നവാഗതനായ കൃഷ്ണദാസ് മുരളിയാണ് ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. മനോരമ മാക്സ്, ആമസോൺ പ്രൈം വീഡിയോസ് തുടങ്ങിയ OTT പ്ലാറ്റ്ഫോം വഴി സെപ്റ്റംബർ മാസം 27-ാം തീയതി ഇന്ന് മുതൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്ലാറ്റ്ഫോംസ് വഴി ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇന്ന് സർപ്രൈസ് ആയിട്ട് OTT വഴി റിലീസ് ചെയ്തിരിക്കാൻ രണ്ടാമത്തെ ചിത്രം എന്ന് നോക്കിയാൽ ലവ് സിത്താര എന്ന് പറയുന്ന ഹിന്ദി ചിത്രത്തിന്റെയാണ്. ശോഭിത ദുലിപാല പ്രധാന കഥാപാത്രത്തെത്തിയ ചിത്രം OTT റിലീസിലെത്തിയിരിക്കുകയാണ്. ശോഭിതയെ കൂടാതെ തന്നെ സൊനാലി കുൽക്കർണി, ബി ജയശ്രീ, വിർജീനിയ റോഡ്രിഗസ്, സഞ്ജയ് ബൂട്ടിയാനി, താമര ഡിസൂസ തുടങ്ങിയവർ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ചിത്രം ഡയറക്റ്റ് OTT റിലീസ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ചിത്രം ഇപ്പോഴത്തെ സെപ്റ്റംബർ 27-ാം തീയതി ഇന്ന് മുതൽ C5 ഡയറക്റ്റ് OTT റിലീസ് ആയിട്ട് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് C5 വഴി ഇന്ന് മുതൽ ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇന്ന് റിലീസിനെത്തിയിരിക്കുന്ന മൂന്നാമത്തെ ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ഡിമോണ്ടി കോളനി 2 എന്ന് പറയുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ്. സൂപ്പർ നാച്ചുറൽ ത്രില്ലർ ചിത്രം ഒരു ഹൊറർ ചിത്രം കൂടിയാണ്. ഡിമോണ്ടി കോളനി എന്ന് പറയുന്ന ആദ്യ ഭാഗത്തിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഡിമോണ്ടി കോളനി 2 എന്ന് പറയുന്ന സിനിമ. തിയേറ്ററുകളിൽ മികച്ച വിജയം നേടിയ ചിത്രം അണിയിച്ചൊരുക്കിയിട്ടുണ്ടായത് അജയ് ജ്ഞാനപുത്തു ആയിരുന്നു. അരുൺനിധി തമിഴരസും പ്രിയ ഭവാനിയുമാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുണ്ടെന്ന്. ത്രില്ലിംഗും ഭയപ്പെടുത്തുന്നതുമായ കഥഗതിയായിരുന്നു ചിത്രത്തിന്റേത്. ഇപ്പോഴത്തെ ചിത്രം കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് C5 ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് മുതൽ ഈ സിനിമ C5 വഴി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇന്ന് OTT വഴി റിലീസ് എത്തിയിരിക്കുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ മൂർത്തി ഗുപ്തബുദ്ധുവിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് പ്രതിനിധി 2 എന്ന് പറയുന്നത്. 2014 പുറത്തിറങ്ങിയ പൊളിറ്റിക്കൽ ത്രില്ലർ ചിത്രമായ പ്രതിനിധിയുടെ തുടർച്ചയാണ് ഈ ഒരു സിനിമ. ആഹ വീഡിയോസിലൂടെ ഇപ്പോഴത്തെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. എത്തിക്കുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ പണംവാരി ചിത്രങ്ങൾ ഒന്നായിട്ട് മാറിയ സ്ത്രീ 2 എന്ന് പറയുന്ന സിനിമയാണ്. ബോക്സ് ഓഫീസിൽ നിന്നും മിന്നും പ്രകടനം കാഴ്ചവെച്ച സ്ട്രീ 2 OTT എത്തിയിരിക്കുകയാണ്. 826 കോടി 15 ലക്ഷം രൂപയാണ് ചിത്രം ഇതുവരെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് കളക്ട് ചെയ്തിരിക്കുന്നത്. അമർ കൗശിക് സംവിധാനം ചെയ്ത ചിത്രത്തിൽ രാജ്കുമാർ റാവു, ശ്രദ്ധ കപൂർ, അപർശക്തി ഖുറാന, പങ്കജ് ത്രിപാഠി തുടങ്ങിയവരാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിരിക്കുന്നത്. തമന്നയും അക്ഷയ് കുമാറും വരുൺ ധവാനും ചിത്രത്തിൽ അതിഥി വേഷങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. സ്ത്രീ 2 ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് റെക്കോർഡ് തുകയ്ക്ക് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് ആമസോൺ പ്രൈം വീഡിയോസ് വഴി നമുക്ക് ഇന്നു മുതൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇന്ന് റിലീസിലെത്തിയിരിക്കുന്ന ആറാമത്തെ ചിത്രം എന്ന് നോക്കിയാൽ തെലുങ്കിൽ നിന്നുള്ള ചിത്രമാണ്. ഞാൻ ഈ കേന്ദ്ര കഥാപാത്രത്തെത്തിയ സരിപോത ശനിവാരം അല്ലെങ്കിൽ സൂര്യ സാറ്റർഡേ എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിന്റെ OTT റിലീസ് ഇന്ന് പുലർച്ചെയാണ് നടന്നിട്ടുണ്ടായത്. വിവേക് അത്രയാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായത്. ചിത്രം നെറ്റ്ഫ്ലിക്സ് വഴി നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നതായിരിക്കും. തെലുങ്കിന് പുറമെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷകളുടെയായിട്ട് നെറ്റ്ഫ്ലിക്സ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന ഏഴാമത്തെ ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ കൊട്ടുകാളി എന്ന് പറയുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ്. സൂരി, അന്നാപൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി PS വിനോദരാജ് സംവിധാനം ചെയ്ത കൊട്ടുകാളി എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്തിരിക്കുന്നത്. റഷ്യയിൽ 22ാമത് അമൂർ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ അവാർഡ് ചിത്രം നേടിയിട്ടുണ്ടായിരുന്നു. അന്നാബിന്റെ ആദ്യത്തെ തമിഴ് ചിത്രം കൂടിയാണ് കൊട്ടുകാളി എന്ന് പറയുന്ന സിനിമ. ചിത്രം ഓഗസ്റ്റ് 23-നാണ് തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടെന്ന്. ഇപ്പോഴത്തെ ചിത്രം ആമസോൺ പ്രൈം വീഡിയോസ് ഇന്ന് മുതൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും ചിത്രങ്ങളെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓണക്കാലത്ത് തിയേറ്ററിലോട്ട് എത്തിയ കൊണ്ടൻ എന്ന് പറയുന്ന മലയാള സിനിമയുടെ OTT അപ്ഡേറ്റ്സ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ C5 സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പെപ്പയാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ട്. നവാഗതനായ അജിത് മാമ്പിളിയാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരുപക്ഷെ ഒക്ടോബർ മാസത്തോടുകൂടി C5 എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോം വഴി കൊണ്ടൻ എന്ന് പറയുന്ന മലയാള സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഇന്ന് സർപ്രൈസ് ആയിട്ട് OTT റിലീസ് എത്തിക്കുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കിയാൽ തമിഴിൽ നിന്നുള്ള ഒരു വമ്പൻ ചിത്രമാണ്. ദളപതി വിജയ് കേന്ദ്ര കഥാപാത്രത്തിന്റെ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന സിനിമയുടെ ലീക്ഡ് വെർഷനാണ് ഇപ്പോഴത്തെ റിലീസിന് എത്തിയിരിക്കുന്നത്. എന്തൂസിയാസം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് ചിത്രം റിലീസ് എത്തിയിരിക്കുക. തമിഴ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. HD ക്വാളിറ്റിയിലാണ് ചിത്രത്തിന്റെ പ്രിന്റ് ലീക്ക് ആയിരിക്കുന്നത്. ഉടനെ തന്നെ നമുക്ക് ഒക്ടോബർ മാസം 11-ാം തീയതി നെറ്റ്ഫ്ലിക്സ് വഴി നമുക്ക് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്ന പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളായിട്ട് OTT റിലീസ് ചെയ്യുന്ന സിനിമകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഹിന്ദിയിൽ നിന്നുള്ള ചിത്രമാണ് നമ്മുടെ സുറൈ പൊട്ടു എന്ന് പറയുന്ന സിനിമയുടെ ഹിന്ദി റീമേക്ക് സർഫിറ എന്ന് പറയുന്ന സിനിമയാണ്. സുധാ കൊങ്കര തന്നെയാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായത്. അക്ഷയ് കുമാർ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രം. എന്നാൽ ബോക്സ് ഓഫീസിൽ കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും സൃഷ്ടിച്ചില്ല. 2D എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ സൂര്യയും ജ്യോതികയും കൂടെ ചേർന്നാൽ ഈ സിനിമ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ചിത്രം ഈ വരുന്ന ഒക്ടോബർ മാസം 11-ാം തീയതി Disney+ ഹോട്ട്സ്റ്റാർ വഴി സ്ട്രീമിംഗ് ആരംഭിക്കുന്ന അറിയാൻ സാധിച്ചിട്ടുണ്ട്.
അതോടൊപ്പം തന്നെ വരുന്ന ദിവസങ്ങളായിട്ട് OTT റിലീസ് ചെയ്യുമ്പോൾ മറ്റൊരു ചിത്രം എന്തൊക്കെയാണ് തമിഴിൽ നിന്നുള്ള ഒരു സിനിമയുടെ അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. വാഴ എന്നാണ് സിനിമയുടെ പേര്. ഈ ഒരു വർഷത്തെ മികച്ച ചിത്രവും മികച്ച ബോക്സ് ഓഫീസ് കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രമാണ്. ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് മലയാളത്തിലും നിഖില വിമലും വന്നിട്ടുണ്ടായിരുന്നു. ചിത്രം ഈ വരുന്ന ഒക്ടോബർ മാസം 11-ാം തീയതി മുതൽ OTT സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം തമിഴിന് പുറമെ മലയാളം, കന്നഡ, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷയുടെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വരുന്ന ആഴ്ച ഒരു മലയാളം OTT റിലീസ് ഉണ്ട്. ചിത്രം എന്ന് നോക്കണേ അനന്തപുരം ഡയറീസ് എന്ന് പറയുന്ന മലയാള സിനിമയാണ്. മീന കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രം ജനുവരി തിയേറ്ററിലെത്തിയെങ്കിലും ബോക്സ് ഓഫീസിൽ പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ് ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എന്നതിന് മനോരമ മാക്സ് ആണ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ മനോരമ മാക്സ് ചിത്രത്തിന്റെ OTT റിലീസ് നീട്ടി കൊണ്ടുപോകുകയായിരുന്നു. ഇപ്പോൾ ഈ വരുന്ന ഒക്ടോബർ മാസം 4-ാം തീയതി മനോരമ മാക്സ് വഴി നമുക്ക് ആനന്ദപുരം ഡയറീസ് എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കാം. അപ്പൊ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനെ ചിത്രം കാണാൻ വേണ്ടി നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം.